ആദ്യമായി കൺഫെഷൻ റൂമിൽ കയറി അപ്പാനി ശരത്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് സീസൺ 7-ൽ ആദ്യ കോണ്ടസ്റ്റന്റ് കൺഫെഷൻ റൂമിൽ കയറിയിരിക്കുകയാണ്. ആദ്യമായി ആ അവസരം എല്ലാവരുടെയും കട്ട സപ്പോർട്ടോടെ കൺഫെഷൻ റൂമിലേക്ക് കയറാനുള്ള ആ അവസരം ലഭിച്ചത് അപ്പാനി ശരത്താണ്. അങ്ങനെ അപ്പാനി ശരത് എല്ലാവരുടെയും സപ്പോർട്ടോടെ കൺഫെഷൻ റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ സീസണിലെ ഫസ്റ്റ് ടാസ്ക്ലെറ്റ് വായിക്കുന്ന ആളും അപ്പാനി ശരത്താണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടായി. നോർമലി നമ്മൾ ബിഗ് ബോസിൽ കണ്ടുവരുന്നത് ടാസ്ക്ലെറ്റ് ഫസ്റ്റ് കൺഫെഷൻ റൂമിലിരുന്ന് വായിച്ചതിന് ശേഷമാണ് ലിവിംഗ് റൂമിൽ വന്നിരുന്ന് ബാക്കിയുള്ളവരെ വായിച്ച് കേൾപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തൊക്കെയോ ഓഡിയോ ഇഷ്യൂസ് അപ്പാനി ശരത് കയറിയ ടൈമിൽ ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് ബിഗ് ബോസ് പറയുന്നത് ശരത്തിന് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ വന്നത് കാരണം അവരെന്ത് ചെയ്തു, ടാസ്ക്ലെറ്റ് ലിവിംഗ് റൂമിലിരുന്ന് വായിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടാസ്ക്ലെറ്റ് വായിച്ചിരിക്കുന്നത് ലിവിംഗ് റൂമിൽ വെച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക്ലെറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ക്യാപ്റ്റൻ, ബിഗ് ബോസ് ഹൗസിലെ ഫസ്റ്റ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ടാസ്ക്. അപ്പോൾ അതിൻ്റെ അവർ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ക്യാപ്റ്റൻ ആകാൻ യോഗ്യത ഇല്ലാത്തവരെ അവർ ഒരു പേപ്പർ പ്ലേറ്റും ഫോമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേപ്പർ പ്ലേറ്റിൽ ഫോം എടുത്തിട്ട് അവരുടെ മുഖത്ത് തേക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് അവർ ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ട് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ടാസ്ക് വളരെ ഭംഗിയായിട്ട് നടന്നു. എന്തായാലും ഏറ്റവും കൂടുതൽ ഫോം കിട്ടിയേക്കുന്നത് അനീഷിനാണ്. അനീഷ് കയറിയ ഉടനെ എല്ലാവരും പ്രൊവോക്ക് ചെയ്യുകയാണ്. നമുക്കിനി വഴിയെ കാണാം എന്തൊക്കെയാവും എന്നുള്ളത്.